നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ വന്നോ? ബാമഹി, വന്ന് ഭക്ഷണം കഴിക്കേ. അമ്മ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? ഗംഗ ഇപ്പൊ വരും, അവള് ഭക്ഷണം എടുത്ത് തരും. എനിക്കെന്താ ബുദ്ധിമുട്ട്? നിന്റെ കാര്യങ്ങൾ നോക്കുന്നത് അമ്മയ്ക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമല്ലേ? വന്നിരിക്കേ. പണ്ടൊക്കെ ഞാൻ തന്നാ മാത്രമേ നീ ഭക്ഷണം കഴിക്കുള്ളായിരുന്നു. നീ ഓർക്കുന്നുണ്ടോ മോനെ? കുഞ്ഞിലെ ഒരിക്കൽ നിനക്ക് ഭക്ഷണം തരാതെ ഞാൻ കഴിച്ചു. അന്നെന്തോ വല്ലാതെ വിശപ്പ് തോന്നി കാരണം ഞാൻ കഴിച്ചത്. നീ ഓർക്കുമായിരുന്നു. നീ ഉണർന്നു വന്നപ്പോ ഞാൻ ഭക്ഷണം കഴിക്കുക. അതിന് നീ ഒരുപാട് കരഞ്ഞു. അമ്മയുടെ ആദ്യത്തെ ഉരുള എനിക്ക് അവകാശപ്പെട്ടതാണെന്നും അതെന്നും നിനക്ക് തന്നെ തരണമെന്നും എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. അതൊക്കെ ചെറുപ്പത്തിലെ ഓരോ വാശികളല്ലേ? ആ വാശികളൊക്കെ നിനക്ക് എന്നോടുള്ള സ്നേഹമായിരുന്നു മോനെ. ഇത് മുഴുവനും കഴിക്കണം. നിനക്ക് ഇഷ്ടമായതുകൊണ്ട് അമ്മ തന്നെ ഉണ്ടാക്കിയതാ ഇതൊക്കെ. അമ്മയും കഴിക്കും. എനിക്കിപ്പോ വേണ്ട. നീ കഴിക്കുന്നത് കാണുന്ന എന്റെ സന്തോഷം. രാഹുൽ, നീ ഇരിക്കാൻ വരട്ടെ. എന്താ അമ്മേ? നീ മിണ്ടരുത്. നീ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാ. എന്നിട്ട് നാണമുണ്ടോ വന്നിരുന്ന് കഴിക്കാൻ? ഞാൻ വേണ്ടമ്മേ, ഒന്നും പറയണ്ട. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. അല്ല മഹി, ഇവന്റെ ഉത്തരവാദിത്വവും ഇല്ലായ്മയും കാരണമല്ലേ ജ്വല്ലറിയിൽ ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് തലകുറിച്ച് നിൽക്കുന്ന കണ്ടില്ലേ? എന്താ രാഹുൽ നീ ഒന്നും മിണ്ടാത്തത്? പറ്റിയ തെറ്റിന് ഏട്ടന്റെ കാലം പിടിച്ച് മാപ്പ് പറയേ. മഹിയേട്ടാ, വേണ്ട, എന്നോട് ആരും മാപ്പ് പറയണ്ട. ഒരു മാപ്പ് പറത്തിൽ അവസാനിക്കുന്ന ഒന്നല്ല സംഭവിച്ചു ഒന്നും. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നിയമത്തിന്റെ വഴിക്ക് തന്നെ നോക്കാനാ എന്റെ തീരുമാനം. ഞാൻ സ്റ്റേഷനിലേക്ക് പോവാം. തെറ്റ് ചെയ്ത ആരായാലും അവർ ശിക്ഷിക്കപ്പെടും. അതിൽ യാതൊരു വ്യത്യാസവും കാണില്ല. മോനെ മഹി, വേണ്ടമ്മേ, ഈ കാര്യത്തില് എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. കൂടെ നിന്ന് ചതിച്ചത് നീയാണെങ്കിൽ ഗംഗേ, നിങ്ങൾ ഇറങ്ങാണോ? അതെ, കോടതിയിലെ ആള് സത്യം പറയുമെന്ന് അറിയണ്ടേ? അതിന് സാധ്യത കുറവാ. അതന്നെ ഞാനും ചിന്തിക്കുന്നത്. അവര് എന്തെങ്കിലും കള്ളത്തരം കാണിക്കാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി ആയിരിക്കും രാഹുലേട്ടൻ ധൃതി വെച്ച് നേരത്തെ ഇറങ്ങിയത്. എന്തായാലും അവരുടെ മേലെ നമ്മുടെ ഒരു കണ്ണ് വേണം. നമുക്ക് നോക്കാം. പോകാൻ
അജി, നമ്മൾ പറയുന്നത് പോലെ കാര്യങ്ങൾ അത്ര ഹലോ സർ, ഞങ്ങൾ ഇവിടുന്ന് ഭദ്രനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്, റോഡിൽ തന്നെയുണ്ട്. നിങ്ങൾ എത്തിയാലുടനെ ഞങ്ങൾ വേണ്ടത് ചെയ്തോളാം. ഓക്കെ, എല്ലാം സൂക്ഷിച്ച് ചെയ്തോളാം. ശരി, ഓക്കെ. അവരിറങ്ങി. ഭദ്രൻ കോടതിയിലെത്തുമ്പോ എന്തു പറയുമെന്നറിയില്ല. അവന്റെ പിന്നിൽ ആരോ ഉണ്ട്, അതുറപ്പാ. അയാൾ എന്ത് പറഞ്ഞാലും സ്വർണത്തോടു കൂടിയല്ലേ അയാൾ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നുള്ളത് ഉറപ്പാ. ആദ്യം അത് കിട്ടണം. ഉം. എങ്കിലും ഇതിന് കൂട്ടു നിന്നവൻ ആരായാലും അവന് ശിക്ഷ കിട്ടണം. ഗംഗെ, നമ്മളെ ചതിക്കാൻ കൂട്ടുന്നവരാരായാലും അവർക്ക് ശിക്ഷ ശ്രീ മഹേശ്വരൻ കൊടുക്കും മഹേട്ടാ. അതെനിക്ക് ഉറപ്പാ. എന്റെ മനസ്സിൽ ചില സംശയങ്ങളുണ്ട് ഗംഗെ. അത് സത്യമാണോ അല്ലയോ എന്ന് ഉറപ്പായിട്ടും തെളിയും. തെറ്റ് ചെയ്തവരാരും ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, മനസ്സിലായോ? അവര് വരുന്നുണ്ട്, നിങ്ങൾ വണ്ടി കയറും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.